ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ ദിവസത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം, വേദവചനം വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. നാം എല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ളതും അതിൽ നിന്ന് എന്നാൽ ഗ്രഹിക്കാത്തതുമായ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഈ നിമിഷത്തെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തു തൻ്റെ മലപ്രസംഗത്തിൽ കൂടെ പഠിപ്പിക്കുന്നതായ ഒരു തിരുവചനമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ആർക്കാണ് ഹൃദയശുദ്ധി ഉള്ളത്? അവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കൂ. ഹൃദയശുദ്ധി എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് നാം ചിന്തിക്കണം. ഹൃദയം എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട അവയവമാണ്. ഈ അവയവത്തിൽ കൂടെയാണ് ഒരു മനുഷ്യ ശരീരം വളരെ അതിൻ്റെ ദൈനംദിന പ്രവൃത്തികളിൽ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുക. അതിനെ നിയന്ത്രിക്കുന്നത്, അതിനെ പരിപാലിക്കുന്നതും ഹൃദയമാണ്. അപ്പോൾ ഈ ഹൃദയത്തെ പരിപാലിക്കാനുള്ള, ആ ഹൃദയത്തോടുള്ള നമ്മുടെ അഭേദ്യമായ ഒരു ബന്ധത്തെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഹൃദയമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. പക്ഷേ എന്നിലെ ഒരു ഹൃദയമുണ്ടെങ്കിലും ആ ഹൃദയത്തിൽ ദൈവമോ ദൈവത്തിൻ്റെ ചിന്തകളോ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികളോ ജീവിതമോ ഇല്ല എങ്കിൽ ആ ഹൃദയം വെറും ഒരു യാന്ത്രിക യന്ത്രം പോലെ മാത്രമാണ്. ഹൃദയശുദ്ധിയുള്ളവർ, അപ്പോൾ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് രക്തത്തെ ശുദ്ധീകരിക്കുകയാണ്. ഈ ശുദ്ധീകരണം പോലെ നിൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ നിനക്ക് കഴിയുമ്പോൾ മാത്രമാണ് നിൻ്റെ ഹൃദയം ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയമായി മാറും. അത് ഹൃദയ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടും. എന്താണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം? നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവിക ചിന്തകൾ നിറഞ്ഞു നിൽക്കണം. ഒരു ആത്മീക ചൈതന്യം ഉൾക്കൊള്ളുന്നതായ ഒരു ഹൃദയമായിരിക്കണം നമ്മുടേത്. ആ രീതിയിലുള്ള ഒരു ഹൃദയവുമായി ജീവിക്കുന്ന ഒരു വ്യക്തി ആണ് യഥാർത്ഥത്തിൽ ഹൃദയശുദ്ധിയുള്ളവൻ. അവൻ്റെ ഹൃദയത്തിൽ ദുഷ്ചിന്തകളില്ല, ദുർവിചാരങ്ങളില്ല, ദുർമോഹങ്ങളില്ല, തെറ്റായ ഒരു ചിന്തയുമില്ല, തിന്മകൾ അശേഷമുണ്ടാവുകയില്ല. അവനിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നുണ്ട്, അത് ദൈവസ്നേഹം മാത്രമാണ്. ആ ദൈവത്തോടും ദൈവത്തിൻ്റെ മക്കളെന്നറിയപ്പെടുന്ന മനുഷ്യജാതിയോടും അവൻ എപ്പോഴും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും വർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ കൂടെ ദൈവത്തിൻ്റെ വിശുദ്ധി കടന്നു വരും. അവൻ ഹൃദയശുദ്ധിയുള്ളവനായിത്തീരും. അവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എന്ത്? ദൈവത്തെ കാണുക. ദൈവത്തെ കാണുക എന്നുള്ളത് ഏത് മനുഷ്യനും ദൈവവുമായ ബന്ധത്തിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ്. വെറുതെ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കയില്ല. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ച പ്രവാചകന്മാരുണ്ട്, പുണ്യവാന്മാരുണ്ട്, എങ്കിലും അവർക്ക് ലഭിക്കാത്ത ആ ഭാഗ്യം ലഭിച്ചത് നിങ്ങൾക്കാണെന്ന് പറയുമ്പോൾ വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ കാണപ്പെടാത്ത ദൈവത്തെ കാണപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാക്കും. ശിഷ്യന്മാർക്ക് കാണുവാൻ കിട്ടിയ ഭാഗ്യം ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നെങ്കിലും കാണപ്പെടാത്ത ദൈവത്തെ കാണപ്പെടുവാനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും വെടിപ്പുള്ളതും ദൈവത്തിരുനാമത്തിന് യോഗ്യമായതുമായിരിക്കണം. എന്തായിരിക്കും ഈ ഹൃദയത്തിൽ കൂടെ കടന്നു പോകേണ്ടതായ ചിന്തകൾ? ആ ഹൃദയത്തിൽ നിന്ന് കിടന്ന് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവനാണ് ദൈവമെന്ന് നാം ഓർത്തിരിക്കുക. ഏത് മനുഷ്യൻ്റെയും ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന അവൻ്റെ ചിന്തകൾ,
അവൻ്റെ പ്രവൃത്തികൾ എല്ലാം ദൈവം അനുനിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായി മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം ഞാൻ പ്രവർത്തിക്കേണ്ടത്. പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്ന ഒരു പുത്രനെ നമ്മൾ കാണുന്നുണ്ട്. ആ പുത്രൻ തമ്പുരാൻ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുവെങ്കിൽ ആ പിതാവിൻ്റെ പുത്രനായ മിശിഹാ തമ്പുരാൻ രക്ഷിച്ചിരിക്കുന്ന ജനസമൂഹമായ നാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. വിശുദ്ധനായ ദൈവത്തിന് വിശുദ്ധിയുള്ള ഒരു ഹൃദയം സമ്മാനിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയുന്നുവെങ്കിൽ അവർ ഹൃദയശുദ്ധിയുള്ളവരാണ്. അവർ ദൈവത്തെ കാണുക തന്നെ ചെയ്യും. അതിന് നാം എന്ത് ചെയ്യണം? ദൈവത്തെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ദൈവവുമായുള്ള ബന്ധം അത് നിർബാധം തുടരേണ്ടതാണ്. ഒരു നിമിഷത്തേക്ക് പോലും അത് മാറ്റിവെക്കുവാനായിട്ട് ഇന്നല്ലെങ്കിലോ നമുക്ക് പിന്നെയാകാമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഒരു നിമിഷത്തേക്ക് പോലും ഉണ്ടാകുവാൻ പാടില്ല. ദൈവത്തിൽ ആശ്രയിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഹൃദയശുദ്ധിയുള്ളവർ. അവർ ദൈവത്തെ കാണുക തന്നെ ചെയ്യും. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.